ലോക്മന്ദൻ 2024 ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു നിർവഹിക്കും. ഹൈദരാബാദിൽ ശില്പകലാവേദികയിൽ നടക്കുന്ന ചടങ്ങിൽ 2500-ലധികം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. ജിഷ്ണു ചേരുന്നുണ്ട് തെലങ്കാനയിലെ ഭാഗ്യനഗറിൽ നിന്നും. ജിഷ്ണു, 4ാമത്തെ പതിപ്പാണ് ലോക്മന്ദൻ ഭാരതത്തിൽ. ഇപ്പോൾ തന്നെ ഏറെ ശ്രദ്ധ നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്നിപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനം രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് നിർവഹിക്കുന്നത്. എപ്പോഴായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ? മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ? നമുക്കറിയാം, സാംസ്കാരിക പരിപാടികൾ അടക്കം നടക്കുന്നു. ഇന്നലെ നടന്ന സാംസ്കാരിക പരിപാടികൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വളരെയധികം ശ്രദ്ധേയമായി തുടർന്നു എന്നുള്ളതാണ്. ജിഷ്ണു അവിടെ നിന്ന് തുടരുന്നുണ്ട്. ജിഷ്ണു, ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? കാരണം രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രജനി ദേവിക, ഗുഡ് മോർണിംഗ്. ലോക്മന്ദനെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ലോക്മന്ദൻ 2024 ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു നിർവഹിക്കുകയാണ്. ഇന്നലെ ലോക്മന്ദനുമായി ബന്ധപ്പെട്ട പ്രദർശനിയുടെ ഉദ്ഘാടനം മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു നിർവഹിച്ചിരുന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ട് 2500-ലധികം ആളുകൾ, ഒപ്പം 1500-ലധികം കലാകാരന്മാർ എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം. തനത് കലാരൂപങ്ങൾ, നമ്മൾ സാധാരണ സ്റ്റേജുകളിൽ കാണുന്ന കലാരൂപങ്ങൾക്കപ്പുറത്തേക്ക് മുൻകാലങ്ങളിൽ ഭാരതത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യവുമായി ചേർന്ന് നിന്നിരുന്ന, അതിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്ന തനത് കലാരൂപങ്ങൾ, വനവാസികൾക്കിടയിലുള്ള, ഗോത്രവിഭാഗങ്ങൾക്കിടയിലുള്ളതും ഒപ്പം പഴയ കലാരൂപങ്ങൾ പുനരാവിഷ്കരിച്ചുകൊണ്ട് അത് പുതിയ തലമുറയെ പരിചയപ്പെടുത്തുക, ഒപ്പം രാജ്യത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് ഭാരതത്തിൻ്റെ ഈ കാലഘട്ടത്തിലെ മുൻപോട്ട് പോക്കുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചർച്ചകൾ, ഇവയെല്ലാമാണ് ലോക്മന്ദനെ സമ്പന്നമാക്കുന്നത്. 2016 ഭോപ്പാലിൽ ആരംഭിച്ച് 2024 ഹൈദരാബാദിൽ, തെലങ്കാനയിലെ ഭാഗ്യനഗറിലേക്ക് എത്തുമ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവമായി ലോക്മന്ദനെ മാറ്റുന്നതും ഈ സവിശേഷതകളാണ്. ഇന്ന് ലോക്മന്ദന്റെ ക്രമീകരണങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഈ പരിപാടി കോർഡിനേറ്റ് ചെയ്യുന്ന പ്രദീപ് നമ്പ്യാർ കൂടെയുണ്ട്. നമസ്കാരം. ഇന്ന് ലോക്മന്ദനെ സംബന്ധിച്ചേറെ പ്രധാനപ്പെട്ട ദിവസം. എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ? എന്തൊക്കെ ഈ ഒരു ഉദ്ഘാടനത്തിന് ശേഷം എന്തെല്ലാം പരിപാടികൾ? പറഞ്ഞ പോലെ ഭാരതത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവത്തിൻ്റെ കൊടിയേറ്റം അല്പസമയത്തിനുള്ളിൽ നടക്കും. രാഷ്ട്രപതി ഇപ്പം ഉദ്ഘാടനം നിർവഹിക്കും. രാജ്യത്തുനിന്നും 1500-ഓളം ഡെലിഗേറ്റ്സും, അതുകൂടാതെ ഇത്തവണ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഉള്ള ആർട്ടിസ്റ്റുകളും, രാമായണം അതുപോലെയായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിസ്റ്റുകളുള്ള എല്ലാ പ്രോഗ്രാംസും ഇന്നിവിടെ അരങ്ങേറും. ഇന്നലെ പ്രദർശനയുടെ ഉദ്ഘാടനം ആരംഭിച്ചു കഴിഞ്ഞു. 24 വരെ ഉള്ള വിവിധ കൾച്ചറൽ പരിപാടികൾ ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ശരിക്കും ഒരു ഉത്സവ അന്തരീക്ഷമാണ്. ഇപ്പം പറഞ്ഞ പോലെ ഭാരതത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവമാണ് ഇന്നിവിടെ ആരംഭിക്കാൻ പോകുന്നത്. തീർച്ചയായും വലിയ രീതിയിലുള്ള ഉത്സവ ലഹരി തന്നെയാണ് ഭാഗ്യനഗറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം വിവിധ വേഷധാരികളായിട്ടുള്ള കലാകാരന്മാർ, ഇന്ന് രാഷ്ട്രപതി വരുന്നതിന് അല്പസമയം മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് നമുക്ക് നിയന്ത്രണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കലാകാരന്മാരെ ഒന്നും കാണിക്കാൻ സാധിക്കാത്തത്. വരും മണിക്കൂറുകളിൽ, അടുത്ത ദിവസത്തിൽ അത്തരം ദൃശ്യങ്ങൾ, അവരുടെ കലാരൂപങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം കശ്മീര ശൈവത്തിൽ മഹാകാളിയുടെ ഭാവങ്ങൾ ഈ വേദിയിൽ അരങ്ങേറി. ഒപ്പം പഞ്ചാബി ഭജൻസ്, അത്തരത്തിൽ വിവിധ തരത്തിലുള്ള കലാരൂപങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. ഇപ്പോൾ വിചാര കേന്ദ്രത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. 2016 രാജ്യത്ത് പ്രജ്ഞാപ്രവാഹിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു വൈചാരിക മേള ആരംഭിക്കുന്നത്. കഴിഞ്ഞ മേളകളിലെല്ലാം ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇതൊരു മുഖ്യധാരയിലേക്ക് എത്തുന്നതും വലിയ സംസാര വിഷയമായി മാറും? 2 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന പ്രജ്ഞാപ്രവാഹിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഭാരതത്തിൻ്റെ പാരമ്പര്യ കലകളുടെയും പാരമ്പര്യ ജ്ഞാനത്തിൻ്റെയും ഒരു മഹോത്സവം ഓരോ വർഷത്തെയും പ്രവർത്തനങ്ങൾക്ക് ശേഷം ഇത് വളരെ ശക്തിയാർജിക്കുകയും വളരെ എല്ലാ ആളുകളിലേക്കും എത്തിച്ചേരുകയും ചെയ്ത ഒരു സന്ദർഭത്തിലാണ് നമ്മളിപ്പോൾ ഹൈദരാബാദിൽ വെച്ച് പ്രജ്ഞാപ്രവാഹിൻ്റെ ഈ വർഷത്തെ 2024 ലോക്മന്ദൻ നടത്തുന്നത്. ലോക് എന്നാൽ ഫോക്ക് എന്നാണ് അർത്ഥം. നാടൻ അറിവുകൾ, നാടൻ കലകൾ, നാടൻ സംസ്കാരം, ഇങ്ങനെ വിശദമായ എല്ലാ
മൂല്യങ്ങളിലും ഭാരതത്തിൻ്റെ വേരുകൾ കണ്ടെത്തുകയും ഭാരതത്തിൻ്റെ ജ്ഞാനപാരമ്പര്യം കണ്ടെത്തുകയും ആ അറിവ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്ന മഹത്തായ ഒരു ഉത്സവമാണ്. ഭാരതത്തിൻ്റെ വീണ്ടെടുക്കലാണ് ഒരർത്ഥത്തിൽ ഇത്തരം മഹാ ഉത്സവങ്ങളിലൂടെ അരങ്ങേറുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രാജ്യത്തിനകത്തു നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും, അർമേനിയ പോലെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ അവിടുത്തെ നാടൻ കലാകാരന്മാരും അറിവ് അന്വേഷിച്ചെത്തുന്നവരും ഭാരതത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. എല്ലാവരും ഇവിടെ സന്നിഹിതരാണ്. ഇന്നിപ്പോൾ രാവിലെ ഭാരതത്തിൻ്റെ രാഷ്ട്രപതി മുർമു ജി ഇത് ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിനുശേഷം 3 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ കലാപരിപാടികൾ, വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ എല്ലാം ഇവിടെ നടക്കും. ഇത് ഭാരതത്തെ കണ്ടെത്താനും ഭാരതത്തെ വീണ്ടെടുക്കാനുമുള്ള പ്രജ്ഞാപ്രവാഹിൻ്റെ നേതൃത്വത്തിലുള്ള ഭാരതീയ വിചാര കേന്ദ്രം പോലുള്ള സംഘടനകളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി നടക്കുന്ന കാര്യമാണ്. ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു ഞാൻ. ഭാരതത്തിൽ ഇനി നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള എല്ലാ ആളുകളെയും ഈ പ്രജ്ഞാപ്രവാഹിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ലോക് മന്ഥനിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാരതത്തെ വീണ്ടെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്തരം പരിപാടികളുടെ ഉദ്ദേശം. നമുക്കറിയാം, രാജ്യത്ത് കുറച്ച് വർഷങ്ങളായി നടക്കുന്ന ഒരു പരിവർത്തനം, രാജ്യത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ മികവോടുകൂടി ഭാരതത്തെ മുൻപോട്ട് നയിക്കുക എന്ന വളരെ കൃത്യമായ നയമാണ് നിലവിൽ ഭാരതം സ്വീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ അരങ്ങേറുന്നത്. എന്തായിരുന്നു നമ്മുടെ സ്വത്വം എന്നുള്ളത് പുതുതലമുറയെ ഓർമ്മിപ്പിക്കുന്നതും ആ സ്വത്വത്തിൻ്റെ പരിപാടികളാണെങ്കിലും ചർച്ചകളാണെങ്കിലും അത്തരത്തിലുള്ള വിവിധ വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട ചർച്ചകൾ നടത്തിക്കൊണ്ടും ഒപ്പം കലാരൂപങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടുമാണ് ലോക് മന്ഥൻ പരിപാടി മുൻപോട്ട് പോകുന്നത്. ഇപ്പോൾ പ്രതിനിധികളെല്ലാം തന്നെ ഈ ഹൈദരാബാദിൽ ഭാഗ്യനഗറിൽ ശില്പകലാ വേദികയിലാണ് ഇന്ന് രാഷ്ട്രപതിയുടെ ഉദ്ഘാടനം, ഈ ഒരു ചടങ്ങിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. അവിടേക്ക് എത്തുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ പുറത്ത് വലിയ പ്രദർശിനി ഒരുക്കിയിട്ടുണ്ട്. ഈ ലോക് മന്ഥനുമായി ബന്ധപ്പെട്ട് പാരമ്പര്യ കലാ വാദ്യോപകരണങ്ങൾ, ഒപ്പം അതുമായി ബന്ധപ്പെട്ട വിവിധ പ്രതിമകൾ അത്തരത്തിലെല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ടുള്ളൊരു പ്രത്യേക പ്രദർശിനി ഈ ലോക് മന്ഥനുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്. അത് കാണുന്നതിന് വേണ്ടി മാത്രം ഒരു ദിവസം 1,00,000-ലധികം ആളുകൾ വന്നു പോകും എന്നുള്ളതാണ് പ്രജ്ഞാപ്രവാഹിൻ്റെ കണക്കുകൂട്ടൽ. അതിനനുസൃതമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ, ക്രമീകരണങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഈ വേദിക്ക് പുറത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും വളരെ കൃത്യമായി തയ്യാറാക്കിയിട്ടുള്ള കുടിലുകളുടെ രൂപത്തിൽ തയ്യാറാക്കിയിട്ടുള്ള കേന്ദ്രങ്ങളുണ്ട്. അവിടങ്ങളിൽ പ്രദർശിനി നടക്കുന്നുണ്ട്. ഓരോ സംസ്ഥാനങ്ങളിലെയും അല്ലെങ്കിൽ ഓരോ മേഖലകളിലെയും പ്രധാനപ്പെട്ട കലാരൂപങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ആരാധനാരൂപങ്ങൾ ഇവയെല്ലാം വ്യക്തമാക്കിക്കൊണ്ടുള്ള പ്രദർശനിയാണ് ഈ ലോക് മന്ഥനുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അത് ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടി ലോക് മന്ഥൻ്റെ കലാവിരുന്നിനും തുടക്കമായി. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് കലാവിരുന്നിന് തുടക്കമായിട്ടുള്ളത്. സാംസ്കാരിക ചർച്ചകൾ ഉൾപ്പെടെ ലോക് മന്ഥൻ്റെ ഔദ്യോഗിക പരിപാടികൾക്കെല്ലാം തന്നെ ഇന്ന് രാഷ്ട്രപതി ഉദ്ഘാടനം നിർവഹിക്കും. ഇവിടെ നമുക്ക് പിറകിൽ കാണാൻ സാധിക്കും ഈ പ്രദർശനികൾ അല്പസമയത്തിനകം തന്നെ ഈ ഉദ്ഘാടന ചടങ്ങുകൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ ആരംഭിക്കും. അതോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള കലാരൂപങ്ങൾ, അതായത് പ്രാദേശിക കലാരൂപങ്ങളുടെ നിശ്ചല ദൃശ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന, ഇന്ന് നമുക്ക് അത്ര പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പരസ്യമായ വേദികളിൽ കാണാൻ പോലും സാധിക്കാത്ത വാദ്യോപകരണങ്ങൾ, അവയെല്ലാം തന്നെ ഈ ഒരു പ്രദർശനിയുടെ ഭാഗമാണ്. അത്തരത്തിലൊരു ലോക് മന്ഥൻ്റെ ഉത്സവ ലഹരിയിലാണ് ഭാഗ്യനഗർ എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. 2016 മധ്യപ്രദേശിൽ ഭോപ്പാലിലാണ് പ്രജ്ഞാപ്രവാഹ് ആദ്യമായി ലോക് മന്ഥൻ എന്ന ഈ വൈചാരിക മേളയ്ക്ക് തുടക്കം കുറിക്കുന്നത്. പിന്നീട് ജാർഖണ്ഡിൽ റാഞ്ചിയിലും കഴിഞ്ഞ തവണ അസാമിൽ ഗുവാഹത്തിയിലും എത്തി. ഇത്തവണ ദക്ഷിണ മേഖലയിൽ, ഭാരതത്തിൻ്റെ ദക്ഷിണ മേഖലയിൽ ഈ വൈചാരിക മേള നടത്തണം എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായാണ് ഹൈദരാബാദിലേക്ക് പ്രജ്ഞാപ്രവാഹ് ലോക് മന്ഥനുമായി എത്തിയത്. കഴിഞ്ഞ ഒരു വർഷത്തോളം പ്രീ ലോക് മന്ഥൻ എന്നുള്ള രീതിയിൽ ലോക് മന്ഥൻ്റെ തയ്യാറെടുപ്പുകളും അതുമായി ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള പരിപാടികളും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറിയിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ ഒരു 4 ദിവസം, ഇന്നലെ 21 മുതൽ 24 വരെയുള്ള 4 ദിവസങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തെ വീണ്ടെടുക്കുക എന്ന കൃത്യമായ ആശയത്തിലൂന്നിക്കൊണ്ടുള്ള പരിപാടികളും കലാപരിപാടികളും. വിശ്വമേകം ഭവദേഹ നീടം എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് 2024 ലോക് മന്ഥൻ തെലങ്കാനയിലെ ഭാഗ്യനഗറിൽ നടക്കുന്നത്. ഉദ്ഘാടനം അല്പസമയത്തിനകം തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നിർവഹിക്കും. ആഘോഷ ലഹരിയിൽ തന്നെയാണ് ഭാഗ്യനഗർ.
വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.